ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുന്ന കാലയളവാണ് വലിയ നോമ്പ്, പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ച. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ പല ദിവസങ്ങൾ നാം സ്വീകരിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന തീക്കട്ട വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസമാണ് പെസഹ തിരുനാൾ. പ്രധാനമായി രണ്ട് തലങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമ ചരിത്രത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിനെ കാത്തുപരിപാലിച്ച, ഇസ്രായേൽ ജനത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കടിഞ്ഞൂൽ പുത്രന്മാരെ രക്ഷിച്ച ആ വലിയ സംഭവത്തിൻ്റെ പ്രതിനന്ദിയായി ഒരു കടന്നുപോക്കലിൻ്റെ പെസഹ തിരുനാൾ ഇസ്രായേൽ ജനം ആഘോഷിച്ചു, ആചരിച്ചു. പഴയ നിയമ പെസഹ ഒരു കടന്നുപോക്കലിൻ്റെ നന്ദി സൂചകമായ തിരുനാൾ ആയിരുന്നു എങ്കിൽ, പുതിയ നിയമ പെസഹായിലേക്ക് നാം കടന്നു വരുമ്പോൾ അത് രണ്ട് തലങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പെസഹ വിശുദ്ധ കുർബാന അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. യേശുനാഥൻ മനുഷ്യകുലത്തിൻ്റെ അവസാന നിമിഷം വരെ തൻ്റെ ശരീരത്തിന് ഭാഗമാകാൻ, തന്നോട് കൂടെയായിരിക്കുവാൻ അവിടുന്ന് സ്ഥാപിച്ച ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അത് വലിയ ഒരു ഭാഗ്യമായി നാം കരുതുക. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26 27 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായി ഓരോ പരിശുദ്ധ കുർബാനയിലും നാം സംബന്ധിക്കുമ്പോൾ യേശു തമ്പുരാൻ്റെ ജനനം വരെ മുതൽ മരണം വരെ എല്ലാ സംഭവങ്ങളും നാം വിചിന്തനം ചെയ്യുന്നു. അതിലുപരിയായി കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന തീക്കട്ട ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സ്വീകരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നീ അയോഗ്യതയോടുകൂടെ ഈ അപ്പം ഭക്ഷിച്ചാൽ അത് നിൻ്റെ രക്ഷയ്ക്ക് കാരണമാവുന്നു, എന്നാൽ അയോഗ്യതയോടുകൂടെ നീ ഈ അപ്പം ഭക്ഷിച്ചാൽ നിൻ്റെ മരണത്തിനും രോഗത്തിനും കാരണമാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഓരോ ദിവസവും നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എത്രമാത്രം യോഗ്യതയോടുകൂടെ, എത്രമാത്രം ഒരുക്കത്തോടുകൂടെയാണ് നീ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് എന്ന് വിചിന്തനം ചെയ്യുക. രണ്ടാമതായി, നാം ഈ പെസഹ തിരുനാൾ പരിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു മുറിക്കപ്പെടുന്ന അനുഭവം. യേശുനാഥൻ അപ്പവും തൻ്റെ കരങ്ങളിലെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. അതൊരു മുറിക്കപ്പെട്ടാൽ മാത്രമേ വിശുദ്ധ കുർബാന കുർബാനയാകുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുറിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകണം. അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും മുറിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു കുർബാനയായി തീരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ പെസഹ തിരുനാളിൽ രണ്ടാമതായി ചിന്തിക്കേണ്ട കാര്യം, വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന തീക്കട്ടയാണ് നാം സ്വീകരിക്കുന്നത്.
മുറിക്കപ്പെട്ട യേശുനാഥൻ നമുക്ക് നൽകിയ ദാനമാണ് നാം സ്വീകരിക്കുന്നത്. ഇത് കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന തീക്കട്ടയാണെങ്കിൽ ഇതെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പാപമാകുന്ന കരിക്കട്ടയെ യേശുവാകുന്ന തീക്കട്ടയായി രൂപപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു യേശുവായിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ പെസഹ തിരുനാളിലും നാം ആയിത്തീരും എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമതായി, ഈ പെസഹ തിരുനാളിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം കാണാം യേശുനാഥൻ വലിയ ഒരു മാതൃക നമുക്കവിടെ കാട്ടിത്തരുന്നുണ്ട്. അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അവിടുന്ന് സ്നേഹത്തിൻ്റെ കുദേശയായി ഇതിനെ മാറ്റുന്നു. ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾ പരസ്പരം ചെയ്യുവീൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ കൂദാശയായി പരിശുദ്ധ കുർബാനയെ മാറ്റുന്നു. അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ തൻ്റെ ജീവിതത്തിലൂടെ അത് കാട്ടിത്തന്നു. താൻ ഒരു താലന്തിൽ വെള്ളമെടുത്ത് അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ പെസഹ തിരുനാൾ ഇത് ത്യാഗത്തിൻ്റെ തിരുനാളാണ്, ഇത് സ്നേഹത്തിൻ്റെ തിരുനാളാണ്. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പെസഹ തിരുനാളിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഈ 3 ചിന്തകൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം, മനസ്സിലാക്കാം. ഇതൊരു കടന്നുപോക്കലിൻ്റെ തിരുനാളായി പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം അത് ആഘോഷിച്ചുവെങ്കിൽ ഇതിന്ന് മുറിക്കപ്പെടുന്ന ഒരനുഭവം, അതോടൊപ്പം തന്നെ കരുതലിൻ്റെ ഒരനുഭവം, ഒരു സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു.